പലപ്പോഴും ഹോട്ടൽ റെസ്റ്റോറൻറ്റ് നടത്തിപ്പുകാർ വിളിച്ച് പരാതിപ്പെടുന്നൊരു കാര്യമുണ്ട്. ചില ഉദ്യോഗസ്ഥർ വന്ന് ഫ്രീസറിൽ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ച നല്ല ഭക്ഷ്യവസ്തുക്കൾ എടുത്ത് നശിപ്പിച്ചു എന്ന രീതിയിൽ ഹോട്ടലുകാർക്ക് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകാർക്ക് ഫ്രീസറിൽ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാൻ പാടില്ലെന്ന് തികച്ചും ന്യായമായ ചോദ്യമാണ്. ഫുഡ് സേഫ്റ്റി എൻഷുവർ ചെയ്യാൻ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ 5 കാര്യങ്ങളുണ്ട്. 1. കീപ് ക്ലീൻ, ശുചിത്വം പാലിക്കുക. 2. സെപ്പറേറ്റ്, വേർതിരിച്ചു വെക്കുക. 3. കീപ്പ് അറ്റ് സേഫ് ടെമ്പറേച്ചർ, സുരക്ഷിതമായ ഊഷ്മാവിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുക. 4. കുക്ക് തറോലി, നന്നായി പാചകം ചെയ്യുക അല്ലെങ്കിൽ നന്നായി വേവിക്കുക. 5. യൂസ് സേഫ് റോ മെറ്റീരിയൽ, സുരക്ഷിതമായ റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുക. അപ്പോൾ മൂന്നാമതായി പറഞ്ഞ കീപ്പ് അറ്റ് സേഫ് ടെമ്പറേച്ചർ, സുരക്ഷിതമായ ഊഷ്മാവിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യം വേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലായല്ലോ. എന്താണ് സേഫ് ടെമ്പറേച്ചർ? 5 ഡിഗ്രി സെൽഷ്യസിനും 60 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയാണ് ഡേഞ്ചർ സോൺ എന്ന് പറയുന്നത്. ഈ താപനിലയിൽ ബാക്ടീരിയ ഉൾപ്പെടെയുള്ള മൈക്രോ ഓർഗാനിസംസ് വളരെ വേഗത്തിൽ വളരുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും അത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ആയതിനാൽ പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന നോൺ വെജ് ഫുഡ് ഐറ്റംസ്, മിൽക്ക് പ്രൊഡക്ട്സ് തുടങ്ങിയവ 2 മണിക്കൂറിൽ കൂടുതൽ സാധാരണ ഊഷ്മാവിൽ സൂക്ഷിക്കാൻ പാടില്ല. ഇത്തരം ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉടനെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവ 5 ഡിഗ്രി സെൽഷ്യസിന് താഴെ റെഫ്രിജറേറ്ററിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ ഫ്രീസറിൽ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സുപ്രധാന കാര്യങ്ങളുണ്ട്. അവ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി എൻഷുവർ ചെയ്യുന്നതിന് പകരം ഫുഡ് അൺസേഫായി മാറുന്നതിന് അത് കാരണമാകും. എന്തൊക്കെയാണ് ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? 1. ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന ഫ്രീസർ അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ കൃത്യമായ താപനില മെയിൻറ്റെയിൻ ചെയ്യുന്നതും പ്രവർത്തനക്ഷമവുമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. റെഫ്രിജറേറ്ററിൽ 5 ഡിഗ്രി സെൽഷ്യസിന് താഴെയും ഫ്രീസറിൽ -18 ഡിഗ്രി സെൽഷ്യസിന് താഴെയും താപനില മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതാവണം. താപനില മോണിറ്റർ ചെയ്യുവാനുള്ള സംവിധാനം ഫ്രീസറിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ മോണിറ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഫ്രീസറിൽ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ അവ കൃത്യമായി വേർതിരിച്ച് വെക്കണം. വെജ് ഐറ്റംസും നോൺ വെജ് ഐറ്റംസും കൃത്യമായി വേർതിരിച്ച് വെക്കണം. കുക്ക് ചെയ്തതും കുക്ക് ചെയ്യാത്ത ഫുഡ് ഐറ്റംസും കൃത്യമായി വേർതിരിച്ച് വെക്കണം. ക്ലീൻ ചെയ്തതും ക്ലീൻ ചെയ്യാത്ത റോ ഐറ്റംസും കൃത്യമായി വേർതിരിച്ച് വെക്കണം. ഓരോ ഭക്ഷ്യവസ്തുവും ചെറിയ പോർഷനുകളായി വൃത്തിയുള്ള കണ്ടെയ്നറുകളിൽ കൃത്യമായി കവർ ചെയ്ത് പ്രിപ്പറേഷൻ ഡേറ്റ്, യൂസ് ബൈ ഡേറ്റ് തുടങ്ങിയവ കൃത്യമായി ലേബൽ ചെയ്ത് വേർതിരിച്ച് സൂക്ഷിക്കണം. പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ സാധാരണ ഊഷ്മാവിൽ 2 മണിക്കൂറിലധികം സൂക്ഷിച്ചതിന് ശേഷം ഫ്രീസറിലേക്ക് മാറ്റി സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ല. പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ പിന്നീട് ഉപയോഗിക്കുന്നതിനായി പാചകം ചെയ്ത ആദ്യ മണിക്കൂറിൽ തന്നെ അവ റെഫ്രിജറേറ്ററിലേക്ക് മാറ്റേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം, ഫ്രോസൺ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അവ കൃത്യമായി -18 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം. അല്ലാതെ 5 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള റെഫ്രിജറേറ്ററിൽ മാത്രം സൂക്ഷിച്ചാൽ മതിയാവില്ല. മുകളിലും താഴെയുമായി വരുന്ന രീതിയിലാണ് ഫ്രീസറിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നതെങ്കിൽ പാചകം ചെയ്തതും റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മുകളിലും പാചകം ചെയ്യാത്തതും റോ ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ താഴെയും വരുന്ന രീതിയിലാവണം സൂക്ഷിക്കേണ്ടത്. ആറാമത്തെ കാര്യം, റെഫ്രിജറേറ്ററിൽ ഓവർലോഡ് ആവുന്ന രീതിയിൽ ഒന്നായി ഡംപ് ചെയ്യാൻ പാടില്ല. റെഫ്രിജറേറ്ററിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൃത്യമായ കണ്ടെയ്നറുകളിൽ കൃത്യമായി കവർ ചെയ്ത് കൃത്യമായ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് വേർതിരിച്ച് വേണം സുരക്ഷിതമായി ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ റെഫ്രിജറേറ്ററുകൾ കൃത്യമായ ഇടവേളകളിൽ ക്ലീൻ ചെയ്ത് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതുണ്ട്. സുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്